പ്രിയപ്പെട്ടവരെ, ഈ യേശു ക്രിസ്തുവിനെ ഞാനും പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. ഞാൻ ഇടത്തമൺ സ്വദേശി, ഹിന്ദുമത വിശ്വാസി, ഉപദേശിമാരെ പരിഹസിച്ച് നടത്തിയ അഹങ്കാരി. എന്നാൽ 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാനസാന്തരപ്പെടുവാൻ ഇടയായി. ആത്മഹത്യ ചെയ്യുവാൻ ഒരു കയറിലേക്ക് കൈ നീട്ടുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴ് ഞാൻ പരിഹസിച്ച് ഉപദേശിക്കാൻ എന്റെ വീട്ടിലേക്ക് വന്ന് ഒരു വചനം പറഞ്ഞു. യെശയ്യാവ് 43. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിലും ബൈബിൾ വായിക്കാൻ. പ്രിയപ്പെട്ടവരെ, കണ്ട രാഷ്ട്രീയക്കാർക്കും വേണ്ടിയും ഈ ലോകത്തിന്റെ ഇഷ്ടത്തിനും വേണ്ടി ഓടി ഓടി നീ തളർന്നു പോയില്ലയോ? നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഏക വ്യക്തിയായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ പുറംകാലുകൊണ്ട് പുറകിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരിച്ചു പോകുന്ന, നിന്നെ സഹായിപ്പാൻ കഴിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഓടി. ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് മാത്രമേ നിന്നെ ആശ്വസിപ്പിക്കാനുള്ളൂ. അവൻ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകി തരുവാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൊടികൾ പിടിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ എന്താണ് ജയ് പിടിച്ച് നടക്കുന്നു? നിന്റെ ദുഃഖവേളയിൽ, നിന്റെ നിരാശവേളയിൽ, തകർന്നിരിക്കുന്ന അനുഭവത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ഒരു വാക്കുകൊണ്ട് നിന്നെ ആശ്വസിപ്പിച്ചോ? ഇല്ല. എന്നിട്ട് നീ ബുദ്ധി കെട്ടവനായിട്ട് അവന്റെ അടിമയായിട്ട്, ഇത് അവിടെയും അവന്റെ അടിമത്തത്തിലാണ്. അവസാനം നരകക്കുഴിയിലേക്ക് പോകുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ മതത്തിൽ ജീവിക്കുന്നു. നിങ്ങൾ ക്രിസ്ത്യ മതത്തിൽ, ഞാൻ ഹിന്ദു മതത്തില്. പ്രിയപ്പെട്ടവരെ, അതിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമല്ല. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോയമ്പുകളും വഴിപാടുകളും പെരുന്നാളുകളും തിരുനാളുകളും മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. നമ്മൾ എന്താണ് ദുഃഖവെള്ളി കരഞ്ഞു, ഉയർന്ന് കള്ളു കുടിച്ച് നരകത്തിൽ പോകാൻ യോഗ്യത നേടി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു വാക്കുകൊണ്ട് ഒരു ആശ്വാസ വാക്ക് പറയാൻ ഏതെങ്കിലും പുരോഹിതൻ നിന്റെ വീട്ടിൽ വന്നോ? ഓരോ പുരോഹിതന്മാരും നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു ദിവസം നിന്റെ മരണ ദിവസമാ. ഏത് നേതാവും നിന്റെ വീട്ടിൽ വരുന്ന ഉറപ്പായിട്ടുള്ള ദിവസം മരണ ദിവസമാ. പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം നിന്നെ സ്വർഗത്തിൽ വിടാനോ? പ്രിയപ്പെട്ട, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആശ്വാസ വാക്ക് പറയുവാൻ ഒരു മതത്തിന്റെ നേതാവോ ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവോ വന്നിട്ടില്ലെങ്കിലും നിനക്കെന്താണ് ആ ഉള്ളറകളിൽ നിന്ന് നിന്റെ ഹൃദയം തേങ്ങുമ്പോൾ ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റവണ്ണം ആ നിന്നെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാണ് നിന്റെ സകല ദുരന്തത്തിനും കാരണം. നിന്റെ സകല ദുരന്തത്തിന്റെയും കാരണം നിന്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതാ. മതഭക്തിയാകും ഞാൻ നിന്നെ നശിപ്പിച്ചത്.